जी, thank you, Mataji. Hare Hare. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ മാതാജി, രാജശ്രീ മാതാജി കേറിയിട്ടുണ്ട് മാതാജി. അതെയോ? ഹരേ കൃഷ്ണ. വീണ്ടും പോയെന്ന് തോന്നുന്നു. മാതാജി കേറിയിട്ടുണ്ടായിരുന്നു, വീണ്ടും ലെഫ്റ്റ് ആയെന്നാ തോന്നുന്നത്. ഹരേ കൃഷ്ണ മാതാജി. മാതാജി തുടങ്ങിക്കോളൂ, ഞാൻ വിളിച്ചേക്കാം. മാതാജിയെ വിളിച്ചേക്കാം. ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനേ. നമാചാര്യബോധായ നിതായ ത്രിഭദ്രദായിനേ ഗൗരകഥാദാമോദായ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമ്മള് 6-ാം അധ്യായം കർമ്മയോഗം എന്നുള്ള 6 അധ്യായങ്ങള് ആ സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മള് ഭക്തിയോഗം എന്നുള്ള ആ സെക്ഷനിലെ ആദ്യ അധ്യായമായിട്ടുള്ള ജ്ഞാനവിജ്ഞാന യോഗം 7-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സർവവ്യാപിയും സർവശക്തനുമായിട്ടുള്ള ആ പരബ്രഹ്മത്തിനെ അനുഭവിച്ചറിയുകയാണ് ജീവിത ലക്ഷ്യം എന്നുള്ള ആ ഗുരുവാക്യത്തിനെ വിശ്വസിച്ചിട്ട് സർവത്ര ആ ഈശ്വരനെ ഭാവന ചെയ്ത് അനുഭവിക്കണ, ആ ഈശ്വരനിൽ തന്നെ മനസ്സ് വെച്ചിരിക്കണ ആ യോഗി ശ്രേഷ്ഠൻ, ആ ആളാണ്, അങ്ങനെയുള്ള ആളാണ് യോഗികളിൽ വെച്ച് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ധ്യാനയോഗം സമാപിച്ചത്. ഇനി എങ്ങനെയാണ് ഈ യോഗം സാധ്യമാകുന്നത്? അതിന് ആദ്യം വേണ്ടത് എന്താണ്? ജ്ഞാനമാണ് വേണ്ടത്. ഈ പ്രപഞ്ചത്തിനെ കുറിച്ചിട്ടും ഈശ്വരനെ കുറിച്ചും ഒക്കെയുള്ള ജ്ഞാനം വേണം. അതിന്റെ ആ ജ്ഞാനത്തിന്റെ അനുഭവിച്ചറിയലാണ് വിജ്ഞാനം. അങ്ങനെ ആ അറിവ് അനുഭവമാകുന്നതിന്റെ ആ യോഗ സാധനയ്ക്കാണ് ഭഗവാൻ ഈ അധ്യായത്തില് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം പഞ്ചസാര മധുരമുള്ളതാണ് എന്നത്, അത് ജ്ഞാനമാണ്. അത് വായിൽ വെച്ച് അനുഭവിക്കുന്നതാണ് വിജ്ഞാനം. ഭഗവാൻ എന്നുള്ള ആ സത്യം ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് അല്ലെ? ആ അറിവാണ് ജ്ഞാനം. ആ അറിവ് അനുഭവവേദ്യമാകുന്നത് എങ്ങനെയാണ്, വിജ്ഞാനമായി മാറ്റുന്നത് എങ്ങനെയാണ് എന്നിവിടെ പറയുന്നുണ്ട്. ഭഗവാനെ നമുക്ക് അറിയാം. ഹരേ കൃഷ്ണ. മാതാജി, രാജശ്രീ മാതാജി ഒന്ന് കോഹോസ്റ്റ് ആകുമോ മാതാജി? ഓക്കെ മാതാജി.
ഭഗവാനെ നമുക്ക് കാണാൻ അറിയാനായിട്ട് ആസക്തി ഉണ്ടാവണം. കാണണം, ഭഗവാനെ എനിക്ക് നേരിട്ട് കാണണം എന്നുള്ള ആ ഒരു കൊതി വേണം. ഭഗവാനെ എങ്കിലാണ് നമുക്ക് ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ. നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ആ ഭഗവാനാണ് എന്നുള്ള ആ ഉറപ്പ് അങ്ങനെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. 6-ാം അധ്യായത്തിൽ നമ്മള് വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? 1 മുതൽ 4 വരെ ശ്ലോകം നിസ്സംഗതയിലൂടെ യോഗയിൽ മുന്നേറാൻ സാധിക്കും എന്ന്. പിന്നെ യോഗാരൂഢനെ കുറിച്ചിട്ട് നിസ്സംഗതയോടെ പ്രവർത്തിക്കുക, ഒന്നിനോടും സംഘമില്ലാതെ. യോഗ പരിശീലനത്തിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. പ്രക്ഷുബ്ധമായ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ കണ്ടു. ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാദിപ ബലവദൃഢം. കുരങ്ങിനെ പോലെയാണ് മനസ്സ് അല്ലെ, അതിനെ പരിശീലനത്തിലൂടെ നിയന്ത്രിക്കണം. വിജയിക്കാത്ത യോഗിയുടെ ലക്ഷ്യസ്ഥാനം എന്താണ്? യോഗം പരിശീലിച്ചു തുടങ്ങി പൂർണ്ണതയിൽ എത്തിയില്ലെങ്കിലും അവരുടെ ലക്ഷ്യസ്ഥാനം ഒക്കെ പറഞ്ഞു. അത്യുത്തമ യോഗി ആരാണ് നമ്മൾ കണ്ടു. 7-ാം അധ്യായത്തിലെ വിഭാഗങ്ങള് ഏതൊക്കെയാണ്? ശ്രവണം കൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ കഴിയും എന്നിവിടെ പറയും. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആധ്യാത്മിക ശക്തിയും ഭൗതിക ശക്തിയുടെയും ഉറവിടം. ത്രിഗുണങ്ങൾ നിയന്ത്രിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് ഭഗവാനിൽ സ്വയം നമ്മൾ സമർപ്പിതരാകണം. ദുഷ്കൃതർ ജ്ഞാനത്തിന്റെ അഭാവത്താല് ഭഗവാനിൽ സമർപ്പണം ഉണ്ടാവില്ല അവർക്ക്. സുഹൃതികളോ ജ്ഞാനം വികസിപ്പിച്ചിട്ട് ഭഗവാനിൽ സ്വയം സമർപ്പിതരാവും. അജ്ഞാനികളായിട്ടുള്ള മറ്റുള്ളവര് ദേവന്മാരിൽ ശരണം പ്രാപിക്കുന്നു. അവര് അവ്യക്തികവാദികളും വേറെയുണ്ട്. വ്യാമോഹിതരായിട്ടുള്ള ജീവജാലങ്ങളും ഭഗവത് ജ്ഞാനം കൊണ്ട് ലഭിക്കാവുന്ന മുക്തിയും. ഇതൊക്കെയാണ് ഈ അധ്യായത്തിലെ വിഷയങ്ങള്. അധ്യായം 1-ന്റെ സംഗ്രഹം ഒന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ വിവരിക്കുന്നു. അധ്യായം 6-ൽ പറഞ്ഞിട്ടുള്ളത് യോഗികളിലും വെച്ച് അത്യുത്തമൻ, ഭക്തിയോടെ ഭഗവാനെ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന യോഗി. 2 തരമുണ്ട്. ഒന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാനെ ധ്യാനിക്കുന്നവര്, അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ശ്രവണത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞാണ് ഈ 7-ാം അധ്യായം തുടങ്ങുന്നത്. ജ്ഞാനം നേടാനുള്ള ഒരേ ഒരു പ്രക്രിയ പരമ്പരാഗതമായ വിധത്തിൽ മാത്രം. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗത്തിനെ കുറിച്ചാണ്. അതില് ശ്രവണം കൊണ്ട് ഭഗവാനെ പൂർണ്ണമായി അറിയാൻ കഴിയും. ആധ്യാത്മികവും ഭൗതിക ശക്തിയുടെ ഉറവിടം ഭഗവാനാണ്. ത്രിഗുണങ്ങൾ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ദുഷ്കൃതർ ഒരിക്കലും ഭഗവാനിൽ സമർപ്പിതരാവുന്നില്ല, സുഹൃതികള് ആവുന്നുണ്ട്. ദേവന്മാരിൽ ശരണം പ്രാപിക്കുന്നവരും അവ്യക്തികവാദികളെ കുറിച്ച് പറയുന്നുണ്ട്. വ്യാമോഹിതരായ ജീവജാലങ്ങളും ഭഗവത് ജ്ഞാനം കൊണ്ട് ലഭിക്കാവുന്ന മുക്തിയും ഇവിടെ വിവരിക്കുന്നുണ്ടാവും. സംഗ്രഹം 1-ാം ശ്ലോകം മുതൽ 3-ാമത്തെ ശ്ലോകം വരെ. ശ്രവണം കൊണ്ട് ഭഗവാനെ പൂർണ്ണമായി അറിയാൻ കഴിയും. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് തന്റെ ഭൗതികവും ആധ്യാത്മികവുമായ ശക്തികളെ കുറിച്ച് കേൾക്കുവാൻ പറഞ്ഞു. അതുകൂടാതെ അതീന്ദ്രിയ ജ്ഞാനികളിൽ ഭഗവാനെ അറിയുന്നവൻ വളരെ വിരളമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ശ്രീ ഭഗവാനുവാച മയ്യാസക്തമനാ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ കുന്തിപുത്ര, എന്നെ കുറിച്ചുള്ള പൂർണ്ണബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് പറയാം, കേൾക്കൂ. പരമാത്മാവായിട്ടുള്ള എന്നെ അറിയണം, അതാണ് പരമലക്ഷ്യം. അത് എന്ന് സാധന ചെയ്യുന്ന ആൾക്ക് തോന്നും ഭഗവാനാണ് എന്റെ പരമലക്ഷ്യം, ഭഗവാനെ അറിയണം. അങ്ങനെ കൊതി വരണം നമുക്ക്. സമദർശനം, എന്നെ അനുഭവിച്ച് അറിയുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, കേൾക്കൂ എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയണത്. എങ്ങനെയാണ് ഭഗവാനെ ഈ പ്രപഞ്ചത്തില് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണത്? അത് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാം. വെളിച്ചമുള്ളപ്പോൾ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അല്ലേ? ഇപ്പൊ നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തില് അരണ്ട വെളിച്ചത്തിലാണ് നമ്മൾ ഈ ലോകത്തിനെ കാണുന്നത്. കുറച്ചൊക്കെ അറിയാം എന്തൊക്കെയോ. ആത്മീയത സംശയ ലേശമന്യേ എങ്ങനെ അറിയാം?
അത് ഭഗവാൻ ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഭഗവത്ഗീതയുടെ 7-ാം അധ്യായത്തില് കൃഷ്ണാവബോധത്തെ പറ്റി വിശദമായി പ്രതിപാദിക്കുകയാണ്. കൃഷ്ണനിൽ സർവ വിഭൂതികളും തികഞ്ഞിട്ടുണ്ട് നമുക്കറിയാം. അദ്ദേഹം ആ വിഭൂതികള് അധ്യായത്തിൽ പറഞ്ഞു തരുന്നത് കൃഷ്ണനിൽ ആകൃഷ്ടരാവാൻ ഭാഗ്യം സിദ്ധിച്ച 4 വിധ വ്യക്തികളെ കുറിച്ചും ഒരിക്കലും കൃഷ്ണനുമായി അടുപ്പത്തിലാകാനാവാത്ത നിർഭാഗ്യവാന്മാരായ 4 വിധം ആളുകളെ കുറിച്ചും ഇവിടെ വിവരിക്കും. ഭഗവത്ഗീതയുടെ 6 അധ്യായങ്ങള് നമുക്കറിയാം. കർമ്മയോഗം, വ്യത്യസ്തങ്ങളായ യോഗ വിധികളുടെ അനുഷ്ഠാനത്തിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ കഴിയുള്ള ഒരു അഭൗതിക ആത്മാവാണ് ജീവസത്ത എന്ന് മനസ്സിലാക്കി. ജീവസത്ത ഭൗതികമല്ല, അങ്ങനെ മനസ്സിലാക്കി നമ്മള് മനസ്സിനെ നിരന്തരം കൃഷ്ണനിൽ ഏകാഗ്രീകരിക്കണം. അല്ലെങ്കിൽ കൃഷ്ണാവബോധമാണ് സർവ ഉത്കൃഷ്ടമായ യോഗം എന്നൊക്കെ 6-ാം അധ്യായത്തില് നമ്മള് ഭഗവാൻ പ്രസ്താവിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ കൃഷ്ണനിൽ മനസ്സ് സ്ഥിരമായി ഊന്നുന്നത് കൊണ്ടാണ് പരമസത്യം എന്താണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. മറ്റു മാർഗങ്ങള് യാതൊന്നും തന്നെ ഇല്ല. പരമസത്യമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ അറിയുക എന്നുള്ള ആ പ്രക്രിയയെ പറ്റിയിട്ട് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്തോഹ്യഭദ്രാണി വിദുനോതി സുഹൃത്സതാം നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി തദാ രജസ്തമോ ഭാവ കമലോഭാദയശ്ചയേ ചേതൈതൈരനാവിധം സ്ഥിതം സത്വേ പ്രസീദതി ഏവം പ്രസന്ന മനസോ ഭഗവദ്ഭക്തിയോഗത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ ഭിദ്യതേ ഹൃദയഗ്രന്ഥി സ്ഥിത്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ടയേവാത്മനീശ്വരേ. അപ്പൊ കൃഷ്ണനെ കുറിച്ചിട്ട് വൈദിക സാഹിത്യത്തിൽ പറഞ്ഞിട്ടുള്ളത് കേൾക്കുന്നതും അതുപോലെ ഭഗവത്ഗീതയിലൂടെ നേരിട്ട് ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്നതും തന്നെ നമ്മുടെ ഒരു പുണ്യകർമ്മമാണ് നമുക്കുള്ളത്. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളണ ആ ഭഗവാൻ കൃഷ്ണൻ ആ കഥകൾ കേൾക്കുന്നവർക്ക് ഹിതകാരിയായിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് പ്രവർത്തിക്കുക. ഒരു നല്ല സുഹൃത്തായിട്ടാണ് പ്രവർത്തിക്കുക. നിരന്തരം കൃഷ്ണ കഥാശ്രവണത്തിൽ ഏർപ്പെടുന്ന ആ ഭക്തനെ ഭഗവാൻ പവിത്രീകരിച്ചു കൊടുക്കും. അങ്ങനെ തന്നിൽ ഉറങ്ങിക്കിടന്ന ഈ അതീന്ദ്രിയ ജ്ഞാനം ഭക്തനില് വളർന്നു വരാൻ തുടങ്ങും. ഭാഗവതത്തിലൂടെയും ഭക്തന്മാരിലൂടെയും എത്രയധികം കൃഷ്ണനെ കുറിച്ച് കേൾക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ഭഗവത് സേവന നിഷ്ഠ കൂടും. ഭഗവാനെ സേവിക്കാനുള്ള ആ ആഗ്രഹം നമുക്ക് കൂടും. വളർന്നു വരുന്ന ആ ഭക്തിയുത സേവന താല്പര്യം രജസ്തമോ ഗുണങ്ങളെ ഒക്കെ അകറ്റുന്ന അതാണ്. അത് കാരണം ഭൗതികങ്ങളായ കാമലോപാധികളൊക്കെ അയാളെ ആ ഭക്തനെ വിട്ടുമാറും. അങ്ങനെ മാലിന്യങ്ങൾ മാറുന്നതോടെ ആ ഭക്തൻ ശുദ്ധ സത്വഗുണപൂർണനായിട്ട് ഭഗവത് സേവനത്തിൽ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലനായി മാറും. ഭഗവത് തത്വവിജ്ഞാനം പൂർണ്ണമായി അറിയാൻ അയാൾക്ക് സാധിക്കും, തെളിവായി കിട്ടും. അങ്ങനെ ഭക്തിയോഗം ഭൗതിക ആസക്തിയുടെ കടുംകെട്ടഴിക്കും. അങ്ങനെ ഭഗവാനാകുന്ന സത്യത്തിനെ നിസ്സംശയമായിട്ടും സമഗ്രമായിട്ടും അറിയാനാവുന്ന ആ തലത്തിലേക്ക് ആ ഭക്തൻ ഉയരും. കൃഷ്ണനിൽ നിന്നോ കൃഷ്ണാവബോധം ഉദിച്ച ഒരു ഭക്തനിൽ നിന്നോ കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് ഈ ഭഗവാന്റെ ഈ കൃഷ്ണന്റെ ശാസ്ത്രം ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ശ്ലോകം 1 ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രവണം കൊണ്ട് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് എന്നെ അറിയാൻ കഴിയുക എന്ന് വിവരിക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമസത്യമാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്, നമുക്കറിയാം. ഇവിടെ അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ജീവജാലങ്ങള് ആത്മാവിന് പലവിധ യോഗ പ്രക്രിയ കൊണ്ട് ആ ഭഗവാനെ അറിയാൻ സാധിക്കും. ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ സാധിക്കും ജീവസത്തയ്ക്ക്. അപ്പൊ ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, ഭക്തിയോഗം ഒക്കെ നമ്മൾ പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചു ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് അവ്യക്തിക ഭാവം, സൂര്യപ്രകാശം മാത്രമായിട്ട്. അതുപോലെ പരമാത്മാവ് എന്നുള്ളത് സ്ഥാനീയമായിട്ട് സൂര്യ ഉപരിതലം. അതുപോലെ ഭഗവാൻ സൂര്യഗ്രഹമാണ്.
മനസ്സിലാവുന്നത് നമുക്ക്. അപ്പൊ ഈ ജ്ഞാനയോഗം ബ്രഹ്മനായിട്ട് വരും, അഷ്ടാംഗയോഗം പരമാത്മാവ്, ഭക്തിയോഗം ഭഗവാൻ ആണ്. ഭക്തനിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നവവിധ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുക, അത് ഭഗവാനോ ഭക്തനിലൂടെയുള്ള ശ്രവണത്തിൽ നിന്ന് ആരംഭിക്കുക. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം നമുക്കറിയാം. അപ്പോൾ നിരന്തരം കൃഷ്ണ കഥാശ്രവണത്തിൽ ഏർപ്പെടുന്ന ആ ഭക്തന്റെ ഹൃദയം പരമാത്മാവ് പവിത്രീകരിച്ചു കൊടുക്കും. ഭക്തനില് അതീന്ദ്രിയ ജ്ഞാനം വളർന്നു വരും, ഭഗവത് സേവന നിഷ്ഠ കൂടും, രജസ്തമോ ഗുണങ്ങൾ അകലും, കാമലോപാധികള് വിട്ടുമാറും, മാലിന്യങ്ങൾ മാറും, പിന്നെ ശുദ്ധ സത്വഗുണത്തിൽ ഉയരും, ഭഗവത് സേവനത്തിൽ കൂടുതൽ ഊർജ്ജസ്വലനായി തീരും. പിന്നെ ഭഗവത് തത്വവിജ്ഞാനം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, പരമ സത്യത്തിന്റെ പൂർണ്ണ ജ്ഞാനം ലഭിക്കും. അപ്പോ ഭഗവാൻ കൃഷ്ണങ്കൽ മനസ്സിനെ ഏകാഗ്രമാക്കണം നമ്മള്. ഇവിടെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ശ്രവണത്തിന് ആരാണ് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുക? പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസം ഭാഗവത ശ്രവണത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടിയല്ലേ. അപ്പൊ കീർത്തനത്തിലൂടെ സുഖദേവ് ഗോസ്വാമി, വ്യാസദേവൻ ബ്രഹ്മ മഹർഷിക്കാണ് ആദ്യമായിട്ട് ശുഗനാണ് ഭാഗവതം കീർത്തനം ചെയ്തു കൊടുത്തത്. പിന്നെ സ്മരണം, പ്രഹ്ലാദ് മഹാരാജാവ് എപ്പോഴും ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോഴേ തൊട്ട് ഭഗവാനെ സ്മരിച്ചു അല്ലെ, ആത്മനിരതനായി. പാദസേവനം ലക്ഷ്മി ദേവിയാണ് ഉദാഹരണം. അർച്ചനം പൃഥു മഹാരാജാവാണ്. വന്ദനം അക്രൂരരാണ്, ഏറ്റവും പരമ ഭാഗവതനായിരുന്നു അല്ലെ അക്രൂരര്. ദാസ്യം ഹനുമാനാണ് ഉദാഹരണം. സഖ്യം അർജുനൻ തന്നെയാണ്. പിന്നെ ആത്മനിവേദനം ബലി മഹാരാജാവാണ്, സ്വയം സമർപ്പിതനായി അല്ലെ. അത് നമുക്ക് ദൃഷ്ടാന്തങ്ങളിലൂടെ ഇവിടെ വിവരിച്ചതാണ്. 2ാമത്തെ ശ്ലോകം. ജ്ഞാനം ദേഹം സവിജ്ഞാനമിതം വക്ഷ്യാമ്യശേഷത യജ്ഞാത്വാനേഹ ഭൂയോന്യജ്ഞാതവ്യമവശിഷ്യതേ. വൈഷയിക ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാൻ ഇനി പൂർണ്ണമായി വിശദീകരിച്ചു തരാം. അതറിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. 2 ടൈപ്പ് ജ്ഞാനവും ഇതാ പറഞ്ഞു തരാം എന്നാണ്. അതായത് ഭൗതിക ജ്ഞാനവും ആത്മീയ ജ്ഞാനവും, മെറ്റീരിയൽ നോളജും സ്പിരിച്വൽ നോളജും ഞാൻ നിനക്ക് ദാ ഇവിടെ പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറഞ്ഞു. എങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂർണ്ണമായ ജ്ഞാനം വിശദീകരിച്ചു കൊടുക്കുന്നു. അതായത് വൈഷയിക ജ്ഞാനവും അതീന്ദ്രിയ ജ്ഞാനവും. വൈഷയിക ജ്ഞാനം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ളതാണ്. ഇന്ദ്രിയങ്ങളാൽ നേടിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ജ്ഞാനമാണ് വൈഷയിക ജ്ഞാനം. സമഗ്രമായ ജ്ഞാനം എന്ന് പറയുന്നത് അതീന്ദ്രിയ ജ്ഞാനമാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല, ഇനി ബാക്കി ഒന്നുമില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ദൃശ്യമാകുന്ന വിധത്തില് വസ്തുവിനെ കാണുന്നത് കൃഷ്ണനിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട അതീന്ദ്രിയം. ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ് അല്ലെ അതീന്ദ്രിയ ജ്ഞാനം. ഇന്ദ്രിയങ്ങളിലൂടെ നേടിയതല്ല അതൊക്കെ. വസ്തുവിന്റെ യഥാരൂപം ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കണമെന്നില്ല. 2ന്റെയും നിയന്താവ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. എല്ലാ വിജ്ഞാനത്തിന്റെയും ഭഗവാൻ ശ്രീകൃഷ്ണനാണ് നിയന്താവ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് വിവരിച്ചു കൊടുക്കുന്നു. അർജുനന്റെ യോഗ്യത എന്തുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം ഈ രഹസ്യമായിട്ടുള്ള അറിവൊക്കെ കൊടുക്കുന്നത്? അർജുനൻ ഭഗവാന്റെ ഭക്തനുമാണ്, മിത്രവുമാണ് അല്ലെ. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞ സർവ കാരണങ്ങൾക്ക് കാരണമാണ്, എല്ലാത്തരം അറിവിന്റെയും ഉറവിടമാണ്. വിവിധ യോഗാനുഷ്ഠാനങ്ങളുടെ ഏക ലക്ഷ്യം പരമാത്മാവ് മാത്രാണ്. ഭൗതിക പ്രപഞ്ചത്തിന്റെയും അതിന് പിന്നിലുള്ള ആ ചേതനയെയും ഈ 2ന്റെയും ഉറവിടത്തെ കുറിച്ചുള്ള അറിവാണ് സമഗ്രമായിട്ടുള്ള ജ്ഞാനം. ഇതാണ് അതീന്ദ്രിയ ജ്ഞാനം. അർജുനൻ തന്റെ വിശ്വസ്ത ശിഷ്യനും സുഹൃത്തുമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജ്ഞാനം ഉപദേശിക്കാൻ ഭഗവാൻ തയ്യാറായത്. 3ാമത്തെ ശ്ലോകം. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ് യദതി സിദ്ധയേ യദ്ദതാമഭി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വത. ആയിരക്കണക്കിന് ആളുകളിൽ
ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. മനുഷ്യര് പല വിധത്തിലുള്ളവരാണ് അല്ലെ. അനേകായിരങ്ങളില് ഒരുവൻ മാത്രമേ ചിലപ്പോ പരമസത്യം എന്താണ്, ശരീരം എന്നാൽ എന്താണ്, ആത്മാവ് എന്നാൽ എന്താണ് എന്നൊക്കെ അറിയാൻ യത്നിക്കുള്ളൂ. അങ്ങനെ അതീന്ദ്രിയ ആ വിഷയങ്ങളില് താല്പര്യം ഉണ്ടാവാറുള്ളത് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ്. പൊതുവെ മനുഷ്യർക്ക് എന്താണ്, ഭക്ഷണം, നിദ്ര, സ്വയരക്ഷ, കാമപൂർത്തി എന്നുള്ള ആ ജന്തു സഹജമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ജീവിതം കഴിച്ചു കൂട്ടാനാണ് അല്ലെ കൗതുകം ഉണ്ടാവുക. അങ്ങനെ അതീന്ദ്രിയ അറിവ് നേടണം, ജ്ഞാനം നേടണം എന്ന് ദുർലഭമായിട്ടേ മനസ്സിലാക്കുള്ളൂ ആളുകള്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഈ മാരത്തൺ ഓട്ടം ഉണ്ടല്ലോ, ആ ഓട്ടത്തില് തുടക്കത്തില് ചിലപ്പോ ആയിരക്കണക്കിന് പേരൊക്കെ ഉണ്ടായിരിക്കും. ഓടി ഓടി പിന്നെ എത്രയോ കിലോമീറ്ററുകൾ ഓടണം അല്ലേ. ഓടി ഓടി കുറെ കഴിയുമ്പോ എണ്ണ അങ്ങനെ കുറഞ്ഞ് അവസാനം എൻഡ് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് വിരലിൽ എണ്ണാവുന്ന ആളുകളായിട്ട് മാറും. അതുപോലെയാണ് ഇപ്പൊ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തില് ഉത്സവം നടക്കുക വിചാരിക്കൂ. ലക്ഷക്കണക്കിന് പേര് അവിടെ സന്നിഹിതരായിട്ടുണ്ടാവാം അല്ലെ. വിശ്വാസികള് എല്ലാം വിശ്വാസികള് എന്ന് തന്നെയാണ് പറയാ. പക്ഷെ ആ വിശ്വാസികളില് വിരളമായിട്ടുള്ളവരെ ഭഗവത്ഗീത അറിഞ്ഞവരുണ്ടാവുള്ളൂ അല്ലെ. സാധനയിലൂടെ ആത്മപുരോഗതി നേടുന്നവരൊക്കെ നന്നേ കുറഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ പ്രപഞ്ചത്തിനെ അറിയാനുള്ള ആ ആഗ്രഹം ഉണ്ടല്ലോ, അത് എല്ലാവർക്കും ഉണ്ടാവണം. അങ്ങനെ അറിവും അനുഭവവും ഒന്നിച്ചു വരണം. അങ്ങനെ ഈ ലോകത്തെ എങ്ങനെ വിജയകരമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു തരുന്നതാണ് ഈ ഭഗവത് ജ്ഞാനവും അത് അറിവാകുന്ന വിജ്ഞാനവും. അപ്പൊ അത് നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കണം. ഇവിടെ അപൂർവമായി മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുന്നു. പൂർണ്ണതയുള്ള ആത്മാക്കളിൽ നിന്ന് അപൂർവമായി ചിലർ കൃഷ്ണനെ മനസ്സിലാക്കുന്നു. പൊതുവെ ജന്തു സഹജമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാനാണ് അല്ലെ ഓരോ ജീവനും താല്പര്യം. ഭക്ഷണം, നിദ്ര, സ്വയരക്ഷ, കാമപൂർത്തി. മനുഷ്യര് പൊതുവെ അങ്ങനെയാണ്. ദുർലഭമായിട്ടുള്ള ചിലവരാണ് അതീന്ദ്രിയ ജ്ഞാനം, ആത്മാവ് എന്താണ്, പരമാത്മാവ്, ശരീരം എന്താണ്, പരമസത്യം എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ശ്രമിക്കണത്. സർവകാരണങ്ങൾക്ക് കാരണഭൂതൻ പരമദിവ്യോത്തമ പുരുഷനാണ്. എല്ലാ ഐശ്വര്യങ്ങളും പൂർണ്ണതയോടെ ഉള്ളത് ആ ഭഗവാനാണ് അല്ലെ. കൃഷ്ണാവബോധം ഉള്ളവർക്കാണ് യോഗങ്ങള് ഒന്നും ചെയ്യണ്ട, ഭഗവാനിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. അവ്യക്തികവാദികള് ഭഗവാനെ ബ്രഹ്മമായിട്ട് ആരാധിക്കുന്നവര് അവര് പറയും ഭക്തിമാർഗം ഒട്ടും എളുപ്പമുള്ളതല്ല എന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ 1 തൊട്ട് 6 വരെയുള്ള ശ്ലോകങ്ങളിൽ അധ്യായങ്ങളില് ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ച്, ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ച് ഒക്കെ, ആത്മാവിനെ കുറിച്ച് ഒക്കെ വേർതിരിച്ച് അറിയാൻ സാധിച്ചു. ജ്ഞാനയോഗ അതിലെ ബ്രഹ്മൻ ആരാണ്, ധ്യാനയോഗയില് പരമാത്മാവിനെ കുറിച്ച് ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഭക്തി യോഗാണ് ഭഗവാനിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ആധികാരിക ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഉപനിഷത്തുക്കള്, പുരാണങ്ങള്, നാരദ പഞ്ചരാത്രം, ഭക്തി രസാമൃത, സിന്ധു. ഇതൊക്കെയും അനാവശ്യമായ ഒരു സാമൂഹ്യ സ്വസ്ഥതയ്ക്കാണ് കാരണം ഉണ്ടാവുക. നേരെ മറിച്ച് കൃഷ്ണാവബോധമുള്ള ആൾക്ക് ഭഗവത് സേവനത്തിലൂടെ എളുപ്പത്തിൽ ഭഗവാനെ ലഭിക്കും. 4 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ ഇവിടെ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആധ്യാത്മിക ശക്തിയും ഭൗതിക ശക്തിയുടെയും ഉറവിടമെന്നാണ്. ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹംകാര ഇതീയം മേ ഭിന്നാ പ്രകൃതി രഷ്ടത. പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നും ഞാൻ തന്നെ ആണ് എന്നിവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നു. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നിങ്ങനെ 8 എണ്ണം അടങ്ങുന്നതാണ്. ഒരു കുട്ടി ജയിലിൽ വെച്ചിട്ട് ജന്മം എടുക്കുകയാണ് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഒരു കുട്ടി ഇങ്ങനെ ജയിലിലാണ് ജനിക്കണത്. അപ്പൊ ആ കുട്ടി വളരുന്നത് അവിടെയാണ്.
ആ കുട്ടിക്ക് അറിയണത് എന്താ? ഇതാണ് ലോകം എന്നാണ് ആ കുട്ടിക്ക് അറിയുള്ളൂ. പുറത്ത് ഈ മതിൽ, ഇത്ര ഉയർന്ന മതിൽക്കെട്ടിനകത്ത് പുറത്ത് വേറൊരു ലോകം ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ കുറച്ച് വലുതാവുമ്പോൾ മനസ്സിലാവും. ചിലവരൊക്കെ ഇവിടുന്ന് പുറത്തു പോകുന്നുണ്ട്, പകരം മറ്റു ചിലവരൊക്കെ അകത്തേക്ക് വരുന്നുണ്ട്. ഇവരെങ്ങോട്ടാണ് പോകുന്നത്? മറ്റുള്ളവർ എവിടുന്നാണ് വരുന്നത്? ഇതൊന്നും ഈ കുട്ടിക്ക് അറിയണില്ല അല്ലെ? ഈ കുട്ടി ആകെ കൂടി ഈ മതിൽക്കകത്ത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കുറച്ചു വലുതായപ്പോള് എങ്ങനെയോ പുറത്തു പോകാൻ ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഇത്രയും നാള് ഞാന് തടവറയിലായിരുന്നു എന്നുള്ളത് ഈ കുട്ടി മനസ്സിലാക്കണത്. ഇതുപോലെയാണ് നമ്മളും ഈ ജനിക്കുന്നത് മായാബന്ധനത്തിലൂടെയാണ്. അങ്ങനെയുള്ള ആ തടവറയിലൂടെയാണ് നമ്മൾ ജനിക്കുന്നത്. ഗർഭസ്ഥരായിരിക്കുമ്പോൾ നമുക്ക് ഭഗവത് ചിന്തയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഭൂമിയിലേക്ക് വരുന്നതോടുകൂടി, ഈ പ്രപഞ്ചത്തിലേക്ക് വരുന്നതോടുകൂടി മായ ബാധിക്കാണ്. ആ മായയാകുന്ന മായാബന്ധനത്തിന്റെ തടവറയിലാവുകയാണ് എല്ലാവരും. ഇതിന് പുറത്ത് എന്താണ് നമുക്ക് അറിയില്ല. ഈ ഭഗവാന്റെ ഒരു ലോകമുണ്ട്, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഈ തടവറയിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ള ആ ചിന്ത നമുക്ക് ഉണ്ടാവണം. ഭഗവത് കൃപയുണ്ടെങ്കിലോ നമുക്ക് പുറത്ത് കടക്കുകയും ചെയ്യാം. അപ്പൊ അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഭഗവത് ശക്തികളിൽ ഒന്നിന്റെ ക്ഷണികമായിട്ടുള്ള ആവിർഭാവമാണ് ഈ ഭൗതിക ലോകം. ഇതിന്റെ സകല പ്രവർത്തനങ്ങളും ഭഗവാൻ കൃഷ്ണന്റെ രൂപവിസ്തരണങ്ങളായിട്ടുള്ള 3 വിഷ്ണു മൂർത്തികളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതാണ്. ഈ മൂർത്തികളെ അവതാരങ്ങള് എന്നാണ് പറയാ. ഭഗവാന്റെ കൃഷ്ണന്റെ ഈ ശാസ്ത്രം അറിഞ്ഞുകൂടാത്തവര് ഈ ലോകം എന്തിനുള്ളതാ? ജീവസത്തകൾക്ക് സുഖിക്കാനുള്ളതാണ്. ഇതിന് കാരണഭൂതനും ആസ്വാദകരും അധീശരും ഒക്കെ നമ്മൾ തന്നെ എന്നാണ് കരുതുക. പക്ഷെ അതല്ല സത്യം എന്ന് മനസ്സിലാക്കണം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, അങ്ങനെ 8 എണ്ണം അടങ്ങിയതാണ് ഭിന്നമായിട്ടുള്ള ഭൗതിക പ്രകൃതി. ഭഗവാൻ കൃഷ്ണന്റെ രൂപവിസ്തരണം ആണ് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ട്. പുരുഷാവതാരങ്ങള് മഹാവിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ആദ്യത്തെ കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. പിന്നെ മഹത്തത്വം എന്നുള്ള ആ സമഗ്ര പ്രപഞ്ച ശക്തിയെ സൃഷ്ടിക്കുന്നു. അത് കാരണോദകശായ വിഷ്ണുവാണ്. ഗർഭോദകശായ വിഷ്ണു ഓരോ പ്രപഞ്ചത്തിനും വൈവിധ്യം നൽകിക്കൊണ്ട് അവയിലെല്ലാം ഉൾച്ചേരുന്നു. പിന്നെ ക്ഷീരോദകശായ വിഷ്ണു ആണെങ്കിൽ പരമാത്മാവായി നിലനിർത്താൻ എല്ലാ അണുവിലും പ്രവേശിക്കുന്നു. കൃഷ്ണന്റെ ഈ ശാസ്ത്രം ഗ്രഹിക്കാത്തവര് ഈ ലോകം ജീവസത്തകൾക്ക് സുഖിക്കാനുള്ളതാന്ന് കരുതണു. ഇതിന് കാരണഭൂതരും ആസ്വാദകരും അധീനരും ജീവാത്മാക്കൾ തന്നെ എന്ന് അവർ കരുതണു. പ്രപഞ്ച സൃഷ്ടിക്ക് അതൊക്കെ ക്ഷണികങ്ങളാണ് അല്ലെ? പ്രപഞ്ച സൃഷ്ടികളെ സകല പ്രവർത്തനങ്ങളും വിഷ്ണുമൂർത്തിയുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. ഭഗവാന്റെ ഭിന്ന ശക്തികൾ അത്രേ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഘടകങ്ങള്. സൂക്ഷ്മ ഘടകങ്ങളാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം. സ്ഥൂല ഘടകങ്ങള് അതായത് പഞ്ചമഹാഭൂതങ്ങള് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, പഞ്ചമഹാഭൂതം. അങ്ങനെ ഇത് 8ഉം കൂടുന്നതാണ് മഹത്തത്വം. ഭഗവാന്റെ താഴ്ന്ന തരം ശക്തി കൂടാതെ ഭഗവാൻ കൃഷ്ണന്റെ ഉയർന്ന ശക്തിയുണ്ട്. അതാണ് ജീവഗണങ്ങള്. ഇതാണ് ഇവിടെ കൃഷ്ണന്റെ ശക്തി. അന്തരംഗ ശക്തിയുണ്ട്, തടസ്ഥ ശക്തിയുണ്ട്, ബഹിരംഗ ശക്തിയുണ്ട്. അപ്പൊ അന്തരംഗ ശക്തി എന്ന് പറഞ്ഞാല് അത് രാധാറാണിയാണ്. രാധാറാണിയെ കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് മറ്റൊരു സമയത്ത് പറഞ്ഞു തരാം. തടസ്ഥ ശക്തി അതാണ് ജീവാത്മാക്കള്. ബഹിരംഗ ശക്തി ഭൗതിക ലോകമാണ്. അതില് സ്ഥൂലമുണ്ട്, സൂക്ഷ്മമുണ്ട്. സ്ഥൂലമായതാണ് പഞ്ചമഹാഭൂതങ്ങള്, സൂക്ഷ്മമായത് ബുദ്ധി, മനസ്സ്, ആകാശം. പിന്നെ മുക്തി എന്നാൽ ഭൗതിക ഭ്രമത്തിൽ നിന്ന് മുക്തനാണ്. ഞാൻ, എന്റെ എന്നൊക്കെയുള്ള ആ ഭാവം ഉണ്ടാവാതിരിക്കുക. അത് തന്നെയാണ് മുക്തി. കൃഷ്ണന്റെ ഉത്ഭവത്തിന്റെയും വിനാശത്തിന്റെയും ഉറവിടം എല്ലാം ഭഗവാനിൽ നിന്ന് ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഭഗവാനിൽ തന്നെ ലയിക്കുന്നു അല്ലെ? അതാണ് ഇവിടെ കാണിച്ചത്. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂത മഹാബാഹോ യേദം ധാര്യതേ ജഗത്.
ഇവയ്ക്ക് പുറമേ ഹേ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. ഈ താഴ്ന്ന തരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്. അപ്പൊ അത് നമ്മള് ചാർട്ടിൽ നോക്കിയതാണ് അല്ലെ. അപ്പൊ ജീവഗണങ്ങള് ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയുടേതാണ് എന്നിവിടെ വ്യക്തമായിട്ട് പറയാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം ഇവകളായി പ്രകടമാകുന്ന ദ്രവ്യങ്ങളാണ് താഴ്ന്ന തരം ശക്തി. സ്ഥൂല പദാർത്ഥം, അതായത് ഭൂമി ആദിയായതൊക്കെ സ്ഥൂലമായതാണ്. സൂക്ഷ്മ പദാർത്ഥം, അത് മനസ്സ് തുടങ്ങിയവ താഴ്ന്ന തരം ഭൗതിക ശക്തിയുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. ഭഗവാൻ കൃഷ്ണൻ മാത്രാണ് അല്ലെ നിയന്താവ്. ജീവസത്തകള് അവിടേക്ക് അധീനരാണ്. ഗുണം കൊണ്ട് ഭഗവാന്റേതിനോട് ഗുണങ്ങളൊക്കെ ജീവാത്മാവിനും ഉണ്ട് ഭഗവാന്റേതായത്. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ ഉത്കൃഷ്ട ശക്തിയാണ്. ആ ശക്തിയുടെ തോത് കൊണ്ട് ഒരിക്കലും നമ്മൾ തുല്യരാവില്ല ഭഗവാനോട്. സ്ഥൂലവും സൂക്ഷ്മമായ താഴ്ന്ന തരം ഭഗവത് ശക്തിയെ ഉത്കൃഷ്ട ശക്തി ചൂഷണം ചെയ്യവേ, അതായത് ഈ ജീവസത്തകളെ പ്രകൃതിയെ, ഭൗതിക പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ആധ്യാത്മിക മനോബുദ്ധികളൊക്കെ മറന്നു പോണത്. ജീവസത്തകളിലുള്ള ആ ഭൗതിക പദാർത്ഥങ്ങളുടെ സ്വാധീനമാണ് ഈ മറവിക്കൊക്കെ കാരണമാവുന്നത്. ഈ മായാശക്തിയുടെ പ്രഭാവത്തിൽ നിന്ന് മോചനം നേടിയാല് ജീവന് മോക്ഷം പ്രാപിക്കാം. ആറാമത്തെ, ഏതദ്യോനീനി ഭൂതാനി സർവാണി ഇത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തഥാ. സൃഷ്ടിയിലെ എല്ലാത്തിന്റെയും ഉറവിടം ഈ രണ്ട് ശക്തികളാണ്. ആധ്യാത്മികവും ഭൗതികവുമായി ഇവിടെയുള്ള എല്ലാറ്റിന്റെയും ഉദ്ഭവവും വിനാശവും ഞാൻ തന്നെയെന്ന് നിശ്ചയമായും അറിയുക. ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാൻ പറയുന്നത് തന്നെയാണ് അല്ലെ സത്യം. ഈ പ്രപഞ്ചം ഭഗവാനിൽ നിന്ന് ഉണ്ടായി നിലനിന്നിട്ട് ഭഗവാനിൽ തന്നെ ലയിക്കണു. അപ്പൊ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്ന ആ വാക്യങ്ങളിൽ ശ്രദ്ധ വേണം. അത് പിന്നെ നമ്മള് ആ ജ്ഞാനം നമ്മള് അനുഭവവേദ്യമാക്കണം, അനുഭവിച്ചറിയണം. പരാപ്രകൃതി, അപരാപ്രകൃതി ഇതെല്ലാം കൂടിയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം നമ്മള് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം ഭഗവാനെ കുറിച്ച്. ഈ കാണുന്നത് എല്ലാം ചേതനയുടെയും പദാർത്ഥത്തിന്റെയും ഒക്കെ തന്നെ ഉൽപ്പന്നങ്ങളാണ്. ചേതനയാണ് സൃഷ്ടിയുടെ അടിസ്ഥാന മണ്ഡലം. പദാർത്ഥം ചേതനയുടെ സൃഷ്ടിയാണ്. അങ്ങനെ ഭൗതിക പരിണാമത്തിന്റെ ഒരു സുവിശേഷ ഘട്ടത്തില് ഉളവായതല്ല ഈ ആത്മാവ്, ജീവൻ എന്ന് പറയുന്നത്. മറിച്ചോ ആത്മീയ ശക്തിയെ അടിസ്ഥാനമാക്കി ആവിർഭവിച്ചതാണ് ഈ ഭൗതിക പ്രപഞ്ചം. പദാർത്ഥത്തിനുള്ളിൽ ആത്മാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഭൗതിക ശരീരം ഉളവായി കിട്ടി. അങ്ങനെ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള ആ പരിണാമം അത് സാധ്യമാകുന്നത് ഉത്കൃഷ്ട ശക്തിയായിട്ടുള്ള ഈ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അതുപോലെ പരമാത്മാവായ വിഷ്ണുവിന്റെ സാന്നിധ്യത്തിൽ ഉളവായതാണ് ഈ മഹാപ്രപഞ്ചം തന്നെ. അപ്പൊ ചേതനയുടെയും പദാർത്ഥത്തിന്റെയും സംയോഗത്താലാണ് ഈ ഭീമാകാരമായിട്ടുള്ള ആ വിശ്വരൂപം പ്രകടമാവുന്നത്. രണ്ടും യഥാർത്ഥത്തില് ഭഗവാന്റെ ശക്തികൾ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് എല്ലാറ്റിന്റെയും മൂല കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏഴാമത്തെ ശ്ലോകം. ഈ ഒരു ശ്ലോകം നമ്മൾ എപ്പോഴും നമ്മൾ മനനം ചെയ്യേണ്ടതാണ് കേട്ടോ. മത്തപരതരം നാന്യത് കിഞ്ചിതസ്ഥിതനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണികനായിവ. ഹേ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല. മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. എന്നിൽ നിന്ന് ഭിന്നമായിട്ട് യാതൊന്നും ഇവിടെ ഇല്ല എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ്. പ്രപഞ്ച വസ്തുക്കളെല്ലാം ഞാനാകുന്ന ആ ചരടില് കോർത്തിരിക്കുകയാണ്. മുത്തുകൾ എങ്ങനെയാണ് ഒരു മാലയില് മുത്തുകള് നൂലിൽ എങ്ങനെയാണോ കോർക്കപ്പെട്ടിരിക്കുന്നത്, അതേപോലെ ഈ പ്രപഞ്ച വസ്തുക്കളൊക്കെ ഞാനാകുന്ന ചരടില് കോർത്തിരിക്കുകയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇപ്പൊ ഈ ചാന്തോക്യ ഉപനിഷത്തില് ശ്വേതകേതു എന്ന് പറഞ്ഞ ഒരു മുനികുമാരൻ പിതാവായിട്ടുള്ള ഉദ്ദാലക മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, സർവം ഈ പ്രപഞ്ചം ഈശ്വരനാണ് എന്നല്ലേ പറഞ്ഞത് പിതാവേ? അപ്പൊ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈശ്വരനെ നമുക്ക് കാണുന്നില്ല എന്ന് ചോദിക്കാണ്. അപ്പൊ ഉത്തരം പറഞ്ഞില്ല മഹർഷി. പകരം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്.
അങ്ങനെ ഉപ്പ് വെള്ളത്തിലിടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അത് കലങ്ങിപ്പോയി. അപ്പൊ ഉപ്പ് കാണുന്നില്ലല്ലോ, എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി നോക്കി, എവിടെയും കാണുന്നില്ല. അപ്പൊ മകനോട് പറഞ്ഞു, നീ ഒന്ന് രുചിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ രുചിച്ചു നോക്കിയപ്പോ ഉപ്പ് രസമുണ്ട്, പക്ഷെ പാത്രത്തിൽ ഉപ്പില്ല. അപ്പൊ രുചിച്ചപ്പോൾ അറിയാം അല്ലെ. അപ്പൊ ഈ പ്രപഞ്ച വ്യാപിയായിട്ടുള്ള ഈ ഭഗവാനെ കൂടാതെ ഒരു സ്ഥലവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. എന്തും ഭഗവാനാണ്, എല്ലാം ഭഗവാനാണ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കുകയാണ്. പരമ നിരപേക്ഷ സത്യം വ്യക്തിഗതമോ അവ്യക്തിഗതമോ എന്നത് എപ്പോഴും ഒരു വിവാദ വിഷയമാണ് അല്ലെ. പരമസത്യം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് ഭഗവത്ഗീത സിദ്ധാന്തിക്കുന്നുണ്ട്. ഇത് അടിക്കടി ഊന്നി പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. ഈ ശ്ലോകം പ്രത്യേകിച്ചും മത്തപരതരം നാന്യത്, ഞാനല്ലാതെ വേറെ ഒന്നുമില്ല, എന്നേക്കാൾ ശ്രേഷ്ഠമായിട്ടൊരു സത്യമില്ല. ഇവിടെ കാണുന്നത് എല്ലാം പ്രപഞ്ച വസ്തുക്കളും എന്നിൽ ഞാനാകുന്ന ചരടിൽ കോർക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ന ഭഗവാൻ പറയണത്. ഒരു സാരി നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അത് കണ്ടാൽ നമ്മൾക്ക് അതിന്റെ ഭംഗി സാരി നല്ല ഭംഗിയുള്ള സാരി എന്ന് പറയും. പക്ഷെ നെയ്ത്തുകാരന് അറിയാം അത് നൂലുകൾ കോർത്തിട്ട് ഉള്ളതാണെന്ന് അല്ലെ. നൂലുകൾ തലങ്ങും വിലങ്ങും ഓടിച്ചപ്പോഴാണ് അതൊരു സാരി ആയിട്ട് മാറിയത്. യഥാർത്ഥത്തിൽ അത് നൂലുകളാണ്, നാം അതിന് സാരി എന്നുള്ള പേര് നൽകി. അതുപോലെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാനാണ്. അത് പലതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്ന് മാത്രമാണ്. അപ്പൊ പരാപ്രകൃതിയും അപരാപ്രകൃതിയും കൂടെ പ്രപഞ്ചം ഉണ്ടായി. ആ ഭഗവാൻ അല്ലാതെ ഒരു വസ്തുവുമില്ല എന്ന സങ്കല്പം ഉണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് നിർവൃതി നൽകുന്ന കാര്യമുള്ളത്. അത് നമ്മൾ മത്തപരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ, അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഭഗവാൻ അല്ലാതെ ഇവിടെ യാതൊന്നുമില്ല. അപ്പൊ ഒരിക്കൽ ശ്രീല പ്രഭുപാദ് സാൻ ഫ്രാൻസിസ്കോയിൽ ഇങ്ങനെ മോർണിംഗ് വാക്കിൽ പോവായിരുന്നു. കുറച്ച് ശിഷ്യന്മാര് കൂടെയുണ്ട്. അപ്പൊ ഒരു ശിഷ്യൻ സൺറൈസ് കണ്ടിട്ട് സൂര്യോദയം കണ്ടിട്ട് പറയാണ്, എന്ത് ഭംഗിയാണ് അല്ലെ പ്രഭു എന്ന് ചോദിക്കാണ്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, ഓ ശരിയാണ്, ഈ പെയിന്റിങ് ഇത്രയ്ക്ക് നല്ലതാണെങ്കിൽ ഇത് പെയിന്റ് ചെയ്ത പെയിന്റർ എത്ര നല്ലതായിരിക്കും എന്ന്. അപ്പൊ സൺറൈസ് അല്ല, ഭഗവാനെയാണ് പ്രഭുപാദ് അവിടെ ദർശിച്ചത്. അതുപോലെ തന്നെ ഒരു പൂവിന്റെ ഗന്ധം ഒക്കെ പ്രഭുപാദ് പറയും, ഭഗവാന് സൃഷ്ടിച്ച ഭഗവാന്, ഈ പൂവിനെ സൃഷ്ടിച്ച ഭഗവാന് എത്ര നല്ല ഗന്ധമായിരിക്കും. അതുപോലെ നമ്മൾ ഓരോന്നും കാണുമ്പോഴ് അതിന്റെ പിന്നില് ഭഗവാൻ ഉള്ളതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതാണ് അനുഭൂതി. എട്ടാമത്തെ ശ്ലോകം. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം ഋഷു. ഹേ കുന്തിപുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാനാകുന്നു. നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവാനായിട്ട് ചില ഉദാഹരണങ്ങൾ എടുത്തു പറയാണ്. എല്ലാം മത്തപരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ എന്ന് പറഞ്ഞു. ഞാനല്ലാതെ മറ്റൊന്നുമില്ല ഈ പ്രപഞ്ചത്തില് എന്ന് പറഞ്ഞു. എന്നാലും നമ്മളുടെ ശ്രദ്ധ വരാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങൾ മാത്രം ഇവിടെ എടുത്തു പറഞ്ഞു തന്നിരിക്കുകയാണ്. ഭഗവാന്റെ ആധ്യാത്മികങ്ങളും ഭൗതികങ്ങളുമായിട്ടുള്ള ശക്തി അത് ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കുന്നതാണ് ഈ ശ്ലോകം. പ്രാരംഭത്തില് തന്റെ വ്യത്യസ്ത ശക്തികളിലൂടെയാണ് ഭഗവാൻ പ്രത്യക്ഷനാവുന്നത്. അങ്ങനെ ഭഗവാനെ അവ്യക്തിഗതമായിട്ട് അറിയും. പിന്നെ വ്യക്തിയായിട്ടുള്ള സൂര്യദേവൻ തന്റെ സർവവ്യാപക ശക്തിയായ പ്രകാശത്തിലൂടെ പ്രത്യക്ഷനാവണ പോലെ ഭഗവാനും ശാശ്വതമായിട്ടുള്ള തന്റെ ധാമത്തിൽ ഇരുന്നിട്ട് വിശ്വവ്യാപ്തങ്ങളായ വ്യത്യസ്ത ശക്തികളിലൂടെ നമുക്ക് ദൃശ്യനാവും എന്നാണ്. ഇനി 9ാമത്തെ ശ്ലോകം മറ്റു ചില ഉദാഹരണങ്ങളും കൂടെ പറയാണ്. പുണ്യോ ഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. ഇപ്പൊ ഭൂമിയില് പുണ്യഗന്ധമായിട്ട്, തീയിലെ ചൂടായിട്ട്, ജീവജാലങ്ങളിലെല്ലാം ജീവനായിട്ട്, തപസ്വികളിലൊക്കെ തപസ്സായിട്ട് കുടികൊള്ളുന്നത് ഞാൻ തന്നെയാണ്. പുണ്യം എന്നുള്ള വാക്കിന് ജീർണിച്ചിട്ടില്ലാത്തത് എന്നാണ് അർത്ഥം.
അത് ആദിയിലുള്ളതാണ് എന്നാണ്. ഭൗതിക ലോകത്തിൽ ഏതൊന്നിനും ഉണ്ട് ഒരു സവിശേഷ ഗന്ധം. പൂവിന്, ഭൂമിക്ക്, ജലത്തിന്, അഗ്നിക്ക്, വായുവിന് ഗന്ധമില്ലാത്തതായിട്ട് ഒന്നുമില്ല. മാലിന്യം തീണ്ടാത്ത മൗലികമായ സർവഭൂതവ്യാപ്തമായിട്ടുള്ള ഗന്ധം, അതാണ് കൃഷ്ണൻ. അതുപോലെ ഓരോന്നിനുമുണ്ട് മൗലികമായിട്ടുള്ള രസവും. രാസദ്രവ്യങ്ങളുടെ കലർപ്പുണ്ടായാൽ ഈ രസം വ്യത്യസ്തമാവും. എല്ലാറ്റിനും മൗലികമായിട്ട് പ്രത്യേക ഗന്ധവുമുണ്ട്, രസവുമുണ്ട്. അപ്പോ ആ അഗ്നി എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണൻ തന്നെ, അതിന്റെ ചൂടും ഭഗവാനാണ് എന്നൊക്കെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. 10 ബീജം മാം സർവഭൂതാനാം വിധി പാർത്ഥ സനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ് തേജസ്വിനാമഹം. കുന്തിപുത്ര, സർവ ജീവജാലങ്ങളുടെയും ആദി ബീജം ഞാനാണ്. എല്ലാ ജീവജാലങ്ങളുടെയും സനാതനമായിട്ടുള്ള ആദി കാരണമായിട്ടുള്ള ബീജം ഞാനാണ് എന്നാണ് ഭഗവാൻ പറയണത്. ആദി ബീജം ഞാനാണെന്ന് നീ അറിയണം. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്സുകളുടെ തേജസ്സും ഞാൻ തന്നെയാണ്. എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ആദി കാരണം ഞാനാണ് എന്ന് ഭഗവാൻ പറയാണ്. ബീജം എന്ന് പറഞ്ഞ വിത്ത്, കൃഷ്ണനാണ് എല്ലാത്തിന്റെയും ബീജം. ചരാചരങ്ങളായിട്ടുള്ള, ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള എല്ലാത്തിന്റെയും പലതരത്തിൽ ജീവജാലങ്ങൾ ഉണ്ട് അല്ലെ, ചരാചരങ്ങളായിട്ട്. പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും മറ്റു പല ജീവികളും ചരങ്ങള്. വൃക്ഷങ്ങളും ചെടികളും അചരങ്ങളില് പെടും. ചലിക്കാൻ സാധിക്കില്ല അല്ലെ, അവയ്ക്ക് വെറുതെ നിൽക്കാനേ കഴിയുള്ളൂ. അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവിവർഗങ്ങളും 84 ലക്ഷം ജീവജാതി വിഭാഗങ്ങളിൽ പെടുന്നു, ചരങ്ങളായതും അചരങ്ങളായതും. അപ്പോ അതെല്ലാം, ഇതിന്റെ എല്ലാം ആദിമ ബീജം അത് ഭഗവാൻ കൃഷ്ണനാണ്. കഠോപനിഷത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. നിത്യോ നിത്യാനാം ചേതനാശ്ചേതനാനാം ഏകോ ബഹൂനാം യോ വിദധാതി കാമാൻ. നിത്യരിൽ വെച്ച് നിത്യനും സർവജീവാത്മാക്കളിൽ വെച്ച് സമുത്കൃഷ്ടനുമാണ് അദ്ദേഹം. സർവഭൂതങ്ങളെയും അവിടുന്ന് തന്നെ പരിപാലിക്കുന്നു. ബുദ്ധിയില്ലെങ്കിൽ ആർക്കും പ്രവർത്തിക്കാനാവില്ല. താനാണ് ബുദ്ധിക്ക് കാരണമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിഹീനർക്ക് ഭഗവാനെ അറിയാൻ സാധിക്കില്ല, കൃഷ്ണനെ അറിയാൻ സാധിക്കില്ല. ഛാന്തോക്യോപനിഷത്തില് വീണ്ടും പറയുന്നുണ്ട്. ഉദ്ദാലക മഹർഷിയോട് മകൻ ശ്വേതകേതു ചോദിക്കാണ്, ആശ്രമമുറ്റത്ത് പടർന്നു പന്തലിച്ച ആൽമരത്തിന്റെ ആ വലിപ്പം കണ്ടിട്ട് ചോദിക്കാണ്, ഇതും ഭഗവാൻ തന്നെയാണോ എന്ന് ചോദിക്കാണ്. അപ്പൊ പറഞ്ഞു, അതിന് ഉത്തരം പറയല്ല ചെയ്ത്, അതിൽ നിന്ന് ഒരു കായ പറിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്നൊരു ചെറിയതാണ് അതിന്റെ കായ അല്ലെ, ആൽമരത്തിന്റെ കായ. ആ മരം ഇത്ര വലുതായാലും അങ്ങനെ ആ ഒരു കായ പറിച്ചിട്ട് വന്നു. അത് പിളർത്തി കാണിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അതിന്റെ പിളർത്തി കാണിച്ചപ്പോ എന്താ, കുറെ തരികൾ മാത്രമാണ് അല്ലെ അതിന്റെ അകത്തുള്ളത്. അപ്പൊ അപ്പൊ ആ ഒരു തരി എടുത്തിട്ട് അത് മുറിച്ച് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോ അതിന്റെ അകത്ത് ഒന്നും കാണുന്നില്ല. അപ്പോ ഈ ഒന്നുമില്ലാത്ത ഈ ശൂന്യതയിൽ നിന്നാണ് ഈ കാണുന്ന പടർന്ന് പന്തലിച്ച ആൽമരമുണ്ടായത്. അത് വിശ്വസിക്കാനാവോ എന്ന് ചോദിച്ചു. അപ്പോ അത് വിശ്വസിക്കണം, അതിൽ നിന്നാണ് ഉണ്ടായത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം, ഈ വ്യാപ്തമായിട്ടുള്ള പ്രപഞ്ചം അല്ലെ, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങള് എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. അത് നമുക്ക് വിശ്വസിക്കാനാവണം. എല്ലാ ജീവജാലങ്ങളുടെയും സനാതനമായിട്ടുള്ള ആദിമ കാരണം ഭഗവാനാണ്. ആത്മീയമായിട്ട് ചിന്തിക്കുന്നവരെ ഈ ശാസ്ത്ര വിശാരദന്മാർ എന്ന് പറയണവരൊക്കെ അല്പരായിട്ട് കണക്കാക്കും അല്ലെ. പ്രപഞ്ച സൃഷ്ടാവിന് അറിയാം ഓരോ ഘട്ടത്തിലും ഈ ലോക രഹസ്യങ്ങളെ ഈ വെളിവാക്കി കിട്ടാനായിട്ടാണ് ഭഗവാൻ ഓരോരുത്തർക്കും ബുദ്ധി കൊടുക്കുന്നത്. അവര് ശാസ്ത്രജ്ഞന്മാരാവണു അല്ലെ, അവരെന്നിട്ട് കണ്ടുപിടിക്കണു. ഫോർ എക്സാമ്പിൾ, ഈ കൊറോണ വന്ന സമയത്ത് വാക്സിൻ കണ്ടുപിടിച്ചു അല്ലെ. ശാസ്ത്രവാദികളുടെ സൂക്ഷ്മ ബുദ്ധിയായിട്ട് ഇരുന്നുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ച രഹസ്യം വെളിവാക്കി കൊടുക്കുന്നത് അവർക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കൂ, ഈ ജലത്തിന്റെ രസം, സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം, വേദമന്ത്രങ്ങളിലെ ഓങ്കാരം, ആകാശത്തിന്റെ ശബ്ദം, പുരുഷന്റെ പൗരുഷം, ഭൂമിയുടെ പുണ്യഗന്ധം, തീയിന്റെ ചൂട്, ജീവജാലങ്ങളുടെ ജീവൻ, തപസ്സുകളിലെ തപസ്, സർവ്വജീവജാലങ്ങളുടെ ആദി ബീജം, ബുദ്ധിമാന്മാരുടെ ബുദ്ധി, തേജസ്സുകളുടെ തേജസ്, ബലവാന്മാരുടെ ബലം, ധർമ്മവിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതം, ഇതെല്ലാം
ഭഗവാനാണ്. ആരാണ് ഇതൊക്കെ? എല്ലാം ഭഗവാനാണ്. പതിനൊന്ന്. ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. അല്ലയോ ഭരതർഷഭ, ഞാനാണ് ബലവാന്മാരുടെ ആത്മബലം. ആത്മബലാണ് കേട്ടോ. രാഗവിവർജിതമായ ബലം, ധർമ്മവിരുദ്ധമല്ലാത്ത നിയന്ത്രിതമായിട്ടുള്ള ലൈംഗിക ജീവിതവും ഞാൻ തന്നെ. ആത്മീയ പാതയിൽ മുന്നേറാനുള്ള ആ മാനസിക ബലം ഉണ്ടല്ലോ, അത് ഭഗവാനാണ് തരുന്നത്. ഭഗവാൻ തന്നെയാണ് ആ ബലം എന്നാണ്. 12. ഇനി സാധന തുടരണം, തുടർന്ന് നടത്തണം എന്നുള്ള ആ ദൃഢത, അതുണ്ടായാലാണ് നമുക്ക് ആത്മീയ പുരോഗതി ഉണ്ടാവുള്ളൂ. ഭഗവത് കൃപ തെളിയുന്നതിന് ആ തെളിഞ്ഞു തരൂലോ, ഭഗവാൻ വെളിപ്പെടുത്തി തരുന്നത്, അതാണ് ബലം എന്ന് പറയുന്നത്. യേ ജൈവ സാത്വികാ ഭാവ രാജസാമസാച്ചയെ മത്തയെ വേദിതാൻ വിധി നത്വഹം തേഷു തേ മയി. സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ എല്ലാ അവസ്ഥകളും എന്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ്. ഒരർത്ഥത്തിൽ അവയെല്ലാം ഞാൻ തന്നെയാണ്. എങ്കിലും ഞാൻ അവയ്ക്ക് അധീനനല്ല. ഞാൻ ഭൗതിക ഗുണങ്ങൾക്ക് അധീനനല്ല, മറിച്ച് അവയെല്ലാം എന്നിൽ നിലകൊള്ളുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളൊക്കെയും പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അനുസരണമായിട്ട് നടക്കുന്നു. നമ്മൾ മുമ്പുള്ള അധ്യായങ്ങളിലും കണ്ടു അല്ലെ? ഈ ത്രിഗുണങ്ങളൊക്കെ എവിടുന്ന? ഭഗവാനിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഭഗവാൻ അതിലൊന്നും അധീനനല്ല. അപ്പൊ രാജ്യത്തില് നിയമപ്രകാരം ഒരാൾ ശിക്ഷിക്കപ്പെടും. പക്ഷെ നിയമം ഉണ്ടാക്കിയ രാജാവിന് അത് ബാധകമാണോ? അല്ല. അതുപോലെയാണ് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള് കൃഷ്ണനിൽ നിന്നും ഉണ്ടാവണു. എന്നാലും കൃഷ്ണൻ ഭൗതിക പ്രകൃതിക്ക് ഒന്നും അധീനനല്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ നിർഗുണനാണ്. അപ്പൊ ഭഗവാൻ നിർഗുണനാണ്, ഗുണ അതീതനാണ്. നിർഗുണൻ കൃഷ്ണൻ ത്രിഗുണങ്ങളുടെ ഉത്ഭവമാണ്, ഗുണങ്ങൾക്ക് അധീനനല്ല. അതിനാൽ ഭഗവാൻ നിർഗുണനാണ്. ഗുണങ്ങൾ ബാധിക്കുന്നില്ല ഭഗവാനെ. പ്രപഞ്ചത്തിലെ ഭൗതിക പ്രവർത്തനങ്ങളെല്ലാം പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അനുസരിച്ചാണ് നടക്കുന്നത്. ഈ ത്രിഗുണങ്ങൾ കൃഷ്ണ ഭഗവാനിൽ നിന്ന് ഉളവാകുന്നുവെങ്കിലും അദ്ദേഹം അവയ്ക്ക് അധീനനല്ല. സാദൃശ്യം അതിന് എക്സാമ്പിൾ ആയിട്ട് രാജാവ് നിയമനിർമ്മാതാവ് ആണ്, പക്ഷെ നിയമങ്ങൾക്ക് വിധേയനല്ല. ത്രിഗുണമായിട്ടുള്ള ഭാവങ്ങളിൽ ഭ്രമിച്ചിട്ട് നോക്കിക്കാണുന്നവര് എന്നെ അറിയണില്ല എന്നാണ് 13ാമത്തെ ശ്ലോകം. ത്രിഭിർഗുണമയേർഭാവൈരേഭി സർവമിതം ജഗത് മോഹിതം നാഭിജാനാതി മാമേഭ്യ പരമവ്യയം. ത്രിഗുണങ്ങളിൽ വ്യാമോഹിതമായ ഈ ലോകം ഇവയ്ക്ക് അതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാല് വശീകരിക്കപ്പെട്ടതാണ് ഈ ലോകം. അങ്ങനെ ത്രിഗുണങ്ങളാൽ വ്യാമോഹത്തിൽപ്പെട്ടവർക്കോ ഭഗവാനെയും ഈ പ്രകൃതിക്ക് അതീതനാണെന്നോ സർവേശ്വരനാണെന്നോ ഒന്നും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതൊന്നും അറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. ത്രിഗുണങ്ങൾ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് സ്വയം സമർപ്പിക്കുക. 14. മായയെ തരണം ചെയ്യാൻ പ്രയാസമാണ്, എന്നാൽ അതിനൊരു മാർഗമുണ്ട്. അതാണ് ഇവിടെ പറയണേ. ദൈവീഹേഷ ഗുണമയീ മമ മായാ ദുരത്യയ മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തി തേ. ഭഗവാന്റെ സംഘത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഭഗവാനോട് ചേർന്ന് നിന്നാല് മായ ബാധിക്കില്ല. പക്ഷെ ഭഗവാനോട് വിട്ടുപോയാലേ ഈ ജീവാത്മാക്കൾ മായയ്ക്ക് അടിമപ്പെടുന്നു. ഉദാഹരണമായിട്ട് അടുത്ത വീട്ടിൽ ഒരു നായയുണ്ട്, എനിക്ക് അവിടെ ചെല്ലണം. അപ്പൊ ഞാൻ അവിടേക്ക് എന്തോ ആവശ്യത്തിന് ചെല്ലുമ്പോള് ഈ നായ കുറച്ച് വല്ലാണ്ട് കടിക്കാനൊക്കെ നോക്കുകയാണ് അല്ലെ. അങ്ങനെ വരുമ്പോഴേക്കും വീട്ടുടമസ്ഥൻ വന്നിട്ട് പറയാണ് മാറി നിൽക്ക് എന്ന് പറയുമ്പോ നായ ശാന്തനാവണു അല്ലെ. അതേപോലെയാണ് ഭഗവാനിൽ നമ്മൾ അഭയം പ്രാപിച്ച ഈ മായയ്ക്ക് പിന്നെ നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. ഈ മായ നമ്മളെ വിട്ട് മാറിപ്പോയിക്കോളും എന്നാണ്. ഇതുപോലെ മായയെ കുറിച്ചിട്ടുള്ള ഒരു കഥ പറയാം. അതായത് മാർക്കണ്ഡേയൻ തപസ് ചെയ്തിട്ട് നരനാരായണന്മാരെ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. ഭാഗവതത്തിലുള്ളതാണ് കേട്ടോ. എന്ത് വരം വേണം എന്ന് ചോദിക്കുകയാണ് നരനാരായണന്മാര് വന്ന്. അപ്പൊ പറഞ്ഞു മായയെ ഒന്ന് കണ്ടാല് കൊള്ളാം. ശരി എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ വലിയ ഒരു പ്രളയം വരികയാണ്. പ്രളയം വന്നു.
ഒരു ആൽമരം അത് മാത്രം മുങ്ങാതെ നിന്നു. അതിന്റെ ഒരു ഇലയില് നീല പ്രകാശം ഇങ്ങനെ കാണുകയാണ്. അപ്പൊ നമ്മള് ആ വരികൾ നോക്കാം. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി എന്ന ഭാഗവതത്തില് ആ വരികളുണ്ടല്ലോ, അതാണ്. അപ്പൊ ഭഗവാൻ ശ്വാസം വലിക്കുകയാണ്. ശ്വാസം വലിക്കുമ്പോ അത് ഭഗവാനാണ് എന്ന് പിന്നീടാണ് അറിയണേ. ഒരു കുട്ടി അതിൽ കിടക്കാണ് ആ ആലിലയില്. അപ്പൊ ശ്വാസം വലിക്കുമ്പോ എല്ലാം അകത്തേക്ക് പോവാണ്, നിശ്വസിക്കുമ്പോൾ എല്ലാം പുറത്തേക്ക് വരികയാണ്. ഈ മാർക്കണ്ഡേയ മഹർഷിയും അടക്കം എല്ലാവരും, പ്രപഞ്ചം മുഴുവൻ അകത്തേക്ക് പോവും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോ. ശ്വാസം പുറത്തേക്ക് വരുമ്പോ എല്ലാം പുറത്തേക്ക് വരണു. കുറെ കഴിഞ്ഞു നോക്കി, എന്താണ് ഇങ്ങനെ സംഭവിക്കണേ? മനസ്സിലായി, ഈ പോക്കുവരവിനെ നിയന്ത്രിക്കണത് ഈ ഉണ്ണിയാണ്. അപ്പൊ ഈ ഉണ്ണിയുടെ കാല് പിടിച്ചാല് ഈ പോക്കുവരവിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. നീന്തി ചെന്നിട്ട് ഉണ്ണിയുടെ കാലിൽ അങ്ങ് പിടിച്ചത് എന്തായിരുന്നു? ആശ്രമത്തിന്റെ തൂണായിരുന്നു. ഇതൊന്നും നടന്നിട്ടില്ല, ഇത് വെറും മായയായിരുന്നു. ഇതാണ് മായയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ നോക്കൂ. ഇത് ഭവസാഗരം, ആ ജീവിതമാകുന്ന ആ ദുഃഖസാഗരത്തിൽ നിന്ന് ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് അനായാസം രക്ഷപ്പെടാം. ഭഗവാനിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഭഗവാൻ അവിടെ റെഡി ആയിട്ട്, നമ്മളെ രക്ഷിക്കാൻ റെഡി ആയിട്ട് ഭഗവാൻ ഉണ്ട് അവിടെ. പക്ഷെ നമ്മള് ഭഗവാനെ നോക്കുന്നില്ല. നോക്കിയാലല്ലേ ഭഗവാനെ രക്ഷിക്കാനാവുള്ളൂ. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ശക്തികള്, അങ്ങനെ ജീവാത്മാക്കള് ഒക്കെ ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ്. അവയ്ക്കും ദിവ്യത്വം ഉണ്ട്. ഭൗതിക ശക്തിയുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് അതിന്റെ ആ മൗലികമായിട്ടുള്ള ദിവ്യ പ്രഭാവം മൂടിപ്പോണത്. അങ്ങനെ നമ്മളെ ആവരണം ചെയ്യുന്ന ആ ഭൗതിക ശക്തിയുടെ സ്വാധീനതയെ അതിജീവിക്കണം ഈ ജീവാത്മാക്കള്. അതെങ്ങനെയാണ്? ഭഗവാനിൽ അഭയം തേടിക്കൊണ്ട് വേണം നമ്മൾ അത് ചെയ്യാൻ. മായാം തു പ്രകൃതിം വിദ്യാൻ മായിനം തു മഹേശ്വരം. മായ അസത്യവും ക്ഷണികവുമാണ് അത്. എന്നാൽ അതിന് പിന്നിൽ നിൽക്കുന്ന ആ പരമോന്നതനായിട്ടുള്ള ഇന്ദ്രജാലക്കാരൻ ഉണ്ടല്ലോ, സർവനിയന്താവും സർവേശ്വരനുമായിട്ടുള്ള, അത് ഭഗവാനാണ്. ആ ഭഗവാനെ നമ്മള് ശരണം പ്രാപിച്ചാൽ മതി, മായയെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നാണ്. ഇവിടെ എന്താ പറയണേ? ഗുണങ്ങളിൽ നിന്ന് എങ്ങനെ സ്വതന്ത്രമാകും എന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ്. മായയുടെ പിടിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നിത്യബദ്ധരാണ് ജീവാത്മാക്കളെ. മറികടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഭഗവാനാൽ നിയന്ത്രിക്കപ്പെട്ടതിനാൽ ആണ്. മാമേവയെ പ്രപദ്യന്തേ, കൃഷ്ണനിൽ മാത്രം സ്വയം സമർപ്പിക്കുക. വിഷ്ണു മാത്രമാണ് മായയ്ക്ക് അധിപതിയായിട്ടുള്ളത്. അപ്പൊ ദൈവിക ബന്ധവും ദൈവിക ഇച്ഛാശക്തിയുടെ ചലനവും കാരണം ഭൗതിക ശക്തിയെ അങ്ങനെ വിളിക്കുന്നു വേദങ്ങൾ. മായാം തു പ്രകൃതിം വിദ്യാൻ മായിനം തു മഹേശ്വരം. അപ്പൊ ഗുണം എന്ന വാക്കിന് കയർ എന്നും ഒരു അർത്ഥമുണ്ട്. കൃഷ്ണനോ കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്ന വിശ്വാസ്യനായ ഗുരുവിനോ മാത്രമേ മോചിപ്പിക്കാൻ സാധിക്കൂ. ഭക്തിപൂർവമായ സേവനം കൊണ്ട് മോചനം നേടാം. പിതൃവാത്സല്യത്തോടെ മായാധീശനായ ഭഗവാൻ ബന്ധമുക്തി നൽകും നമുക്ക്. ശ്രീകൃഷ്ണ. ഈശ്വരനെ അറിയണം എന്നുള്ള തോന്നല് എല്ലാവർക്കും ഉണ്ടാവില്ല എന്നാണ് ഇവിടെ ശ്ലോകത്തിൽ പറയണേ. 15. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായയാ ബഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. ദുഷ്കൃതരായിട്ടുള്ള മൂഢന്മാരും മനുഷ്യാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരും നിരീശ്വരരുമായിട്ടുള്ള അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. ഇവിടെ എന്താ പറയണേ? ദുഷ്കൃതര് ജ്ഞാനത്തിന്റെ അഭാവത്താല് ഭഗവാനിൽ സമർപ്പിക്കണില്ല. എന്നാൽ സുഹൃതികളാവട്ടെ ജ്ഞാനം വികസിപ്പിച്ച് ഭഗവാനിൽ സ്വയം സമർപ്പിക്കുന്നു. ദുഷ്കൃതികള് 4 കൂട്ടരുണ്ട് അല്ലെ? ഭഗവാനെ ശരണം പ്രാപിക്കാത്തവര് ആരൊക്കെയാണ്? മൂഢന്മാര്. ഭാരം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് മൂഢന്മാര് ഇവിടെ പറഞ്ഞേക്കണത്. അവര് എന്താ, കഴുത എന്താ ചെയ്യണേ? ഭാരം ചുമക്കുകയാണ് ഒരു അല്പം പുല്ലിന് വേണ്ടിയിട്ട് അല്ലേ? അത് ചുമന്നില്ലെങ്കിലും അതിന് പുല്ലൊക്കെ കിട്ടും. പക്ഷെ അതിനറിഞ്ഞുകൂടാ. മനുഷ്യരിലെ ഏറ്റവും താണവര്, നരാധമന്മാര്, അധമ പ്രവൃത്തികൾ ചെയ്യുന്നവര്,
അതുപോലെ ആസുരം ഭാവമാശ്രിത, ഭഗവത് വ്യക്തിത്വത്തിൽ ഈർഷ്യയുള്ള ഭഗവാനോ അങ്ങനെ ഒന്നുണ്ടോ എന്നൊക്കെ നിരീശ്വരവാദികള്, തികച്ചും നാസ്തികരായിട്ടുള്ളവര്, മായയാപഹൃതജ്ഞാനം, മായികമായ ഭൗതിക ശക്തിയാലെ അവരുടെ ആർജിത ജ്ഞാനമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവര് മൂല സ്വരൂപം അവരുടെ ജ്ഞാനികളാണ് അല്ലെ, ഭഗവാന്റെ അംശമാണ്. പക്ഷെ അതൊക്കെ മായികമായിട്ടുള്ള ശക്തി അതൊക്കെ മൂടി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള 4 കൂട്ടര് ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ല എന്നാണ് ഭഗവത്ഗീത ഇവിടെ എന്താണ് തരുന്നത്. ഭഗവാനെ അറിയാൻ സാധിക്കാത്തവരെ കുറിച്ചിട്ട് എന്താണ് പറയണേ നോക്കാം. അപ്പോ ഈ കപിലൻ, കുമാരൻ, വ്യാസൻ, ദേവലൻ, അസിതൻ അങ്ങനെയൊക്കെ ഉള്ളവരും, പിൽക്കാലത്ത് മധ്വാചാര്യര്, രാമാനുചാര്യര്, ചൈതന്യ മഹാപ്രഭു ഉള്ളവരും ഒക്കെ പരമാധികാരിയും സർവശക്തനുമായ ആ ഭഗവാന്റെ പാദങ്ങളില് ശരണം തേടിയവരാണ്. ഇവരൊക്കെ വിശ്വാസ്യരായിട്ടുള്ള തത്വജ്ഞാനികളും രാജതന്ത്രജ്ഞരും വിദ്യാഭ്യാസ വിചക്ഷണരും ശാസ്ത്രജ്ഞരും ഒക്കെ തന്നെ ആയിരുന്നു. എന്നാൽ വാസ്തവത്തില് തത്വചിന്തകരോ ശാസ്ത്രജ്ഞരോ വിദ്യാവിചക്ഷണരോ ഭരണകർത്താക്കളോ അല്ലാതെ ഭൗതിക ഉന്നതിക്ക് വേണ്ടി മാത്രം അങ്ങനെ ഭാവിക്കുന്ന കൂട്ടര് ഭഗവാന്റെ മാർഗത്തിനെയോ പദ്ധതിയെയോ ഒന്നും തന്നെ അംഗീകരിക്കില്ല, ഒന്നും സ്വീകരിക്കാറുമില്ല. അവർക്ക് ദൈവത്തിനെ കുറിച്ചിട്ട് യാതൊരു അറിവുമില്ലാത്തവരാണ് അവര്. കണ്ടോ, കഴുത എത്ര വലിയ ഭാരാണ് ചുമക്കണത് അല്ലെ. അറിയില്ല ഭഗവാനില് ശരണാഗതി ചെയ്യണം. ഇത് നമ്മൾ മുമ്പ് ജഗായി മതായിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അത്രയും അധമ പ്രവൃത്തി ചെയ്തുകൊണ്ട് വന്ന ആളുകളായിരുന്നു അല്ലെ. അവരെ പോലും ചൈതന്യ മഹാപ്രഭു ഉദ്ധരിച്ചു. അവരും ഭക്തരായി അല്ലെ. തപസ്യ ചെയ്യുന്നവര്, ആസുരികമായിട്ടുള്ള തപസ്സൊക്കെ ചെയ്യുന്നവര് ഭഗവാനില് ശരണാഗതി ചെയ്യില്ല. ധ്രുവൻ കാമ്യകവനത്തില് തപസ് ചെയ്തു അല്ലെ. 6 മാസം പഴം മാത്രം കഴിച്ചു, പിന്നീട് ഉണങ്ങിയ ഇലകൾ മാത്രം കഴിച്ചു, പിന്നെ ജലം മാത്രം കഴിച്ചു, പിന്നെ ശ്വാസം മാത്രമായി, പിന്നെ ശ്വാസം പോലും ഇല്ലാതെ തപസ്യ ചെയ്തു. അങ്ങനെ എന്തിനു വേണ്ടി? ബ്രഹ്മാവിനെക്കാട്ടി ഉയർന്ന സ്ഥാനം വേണം. അതിനു വേണ്ടിയിട്ട് അല്ലെ ഭഗവാൻ വന്നു പ്രത്യക്ഷമായപ്പോഴോ ഭഗവാനെ കണ്ടപ്പോഴോ മറ്റൊന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി എന്ന് അല്ലെ. അതുപോലെ വ്യാസപുത്രൻ ശ്രീശുകൻ 16 വർഷം ഭഗവാന്റെ അമ്മയുടെ ഗർഭത്തിൽ കിടന്നു അല്ലെ, പുറത്തു വരണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഭഗവാൻ വന്നു, നിന്നെ ഭൗതികതയൊന്നും മായയൊന്നും ബാധിക്കില്ല, പുറത്തു വന്നോളൂ ധൈര്യമായിട്ട് പറഞ്ഞു അല്ലെ. അങ്ങനെ ഇത് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ശുദ്ധ മൂഢന്മാര്, നരാധമന്മാര്, മായാമോഹിതരായിട്ടുള്ള ഊഹാപോഹികള്, തികഞ്ഞ നിരീശ്വരവാദികള് എന്നിവര് എത്ര ശാസ്ത്രാനുസൃതമായ ഉപദേശങ്ങൾ നൽകിയാലും ഒരിക്കലും അവര് പരമപുരുഷന്റെ പാദ കമലങ്ങളില് അഭയം പ്രാപിക്കാൻ തയ്യാറാവില്ല. ഭഗവാനെ ശരണം പ്രാപിക്കാതെ മൃഗതുല്യമായിട്ടുള്ള ജീവിതം അവര് നയിച്ച് അവസാനിപ്പിക്കും എന്നാണ് പറയണത്. അപ്പൊ സുഹൃതികൾ ആരെല്ലാം എന്നിനി പറയുന്നുണ്ട്. അടുത്ത ദിവസം പറഞ്ഞാൽ മതിയോ? ഹരേ കൃഷ്ണ. സുഖായ കർമാണി കരോതി ലോക എന്നാണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നതും നമ്മൾക്ക് സുഖാവണം, അതിനാണ് എല്ലാവരും കർമ്മങ്ങൾ ചെയ്യണത് അല്ലെ. ഈ ലോകത്തില് ഇപ്പൊ മഹാഭാരതത്തിലെ ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട്. ആരാണെന്ന് ചോദിച്ചാല് ഒരാളേ ഉള്ളൂ ഉത്തമനായിട്ടുള്ളത്, വിതുരരാണത്. ശ്രീകൃഷ്ണന്റെ ഉപദേശജ്ഞാനമൊക്കെ സിദ്ധിച്ച ആളാണ് അല്ലെ വിതുരര്. അപ്പൊ ഹരിദ്വാരില് ഗംഗാതീരത്ത് ചെല്ലുകയാണ്. അവിടെ വെച്ചിട്ട് ഒരു വലിയ ഉത്തമനായിട്ടുള്ള ഒരു മഹർഷിയെ കാണുകയാണ്, മൈത്രേയ മഹർഷിയെ. അപ്പോ ജ്ഞാനം സമ്പാദിക്കാൻ ഇനി ഇതിലും വലിയ മാർഗമില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ജ്ഞാനം കിട്ടാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അല്ലെ. എല്ലാം ഉണ്ട് അതില്. പക്ഷെ അതിന് അനുഭൂതി ഉണ്ടാവില്ല. അനുഭൂതിയുള്ള ഒരു ആചാര്യന്റെ കയ്യിൽ നിന്ന് ലഭിക്കണം നമുക്ക് എല്ലാ ജ്ഞാനവും. ഇപ്പൊ വിഷുവിന് കമ്പിത്തിരി കത്തിക്കാറുണ്ട് നമ്മൾ അല്ലെ. വിളക്കിൽ നിന്ന് നമ്മൾ കത്തിക്കണ സമയത്ത് വളരെ നേരം പിടിച്ചാൽ മാത്രമേ അത് കത്തുള്ളൂ അല്ലെ. നേരെ മറിച്ച് ഒരു കത്തണ കമ്പിത്തിരിയുടെ അടുത്തുനിന്നാണ് അത് കത്തിക്കണേന്ന് വെച്ചാൽ പെട്ടെന്ന് കത്തും അല്ലെ. അങ്ങനെ സത്സംഗത്തിൽ ഇരിക്കണം. ആ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഭഗവത്ഗീത, ഭാഗവതം ഇതൊക്കെ പഠിക്കാൻ സാധിക്കണം.
സൽസംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ശങ്കരാചാര്യര്. അപ്പൊ അഗാധ ബോധമുള്ളയാളാണ് മൈത്രേയര്. അപ്പൊ വിതുരര് ചോദിച്ചു, മനുഷ്യര് സുഖത്തിനായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, എന്നാ സുഖം കിട്ടുന്നുണ്ടോ? ഇത്തിരി പുല്ല് എടുത്തൊരു പശുവിന് കാണിച്ചു വിചാരിക്കുക, അപ്പൊ പശു വേഗം വരും അല്ലേ, നമ്മുടെ അടുത്തേക്ക് വരും പുല്ല് കണ്ടിട്ട്. എന്നാ നമ്മൾ വടി എടുത്താലോ അത് അടുത്ത് ഓടി പോകും അല്ലേ. അതുപോലെ തന്നെ നായ ഒരു ബിസ്ക്കറ്റ് 2 ബിസ്ക്കറ്റ് എടുത്ത് കാണിച്ചാല് വരും. എന്നാ നമ്മൾ കുനിഞ്ഞാലോ കല്ലെടുക്കുകയാണോ എറിയാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകും. ഇതുപോലെയാണെന്ന് മനുഷ്യൻ. സുഖമാണ് എന്ന് കണ്ട ചെയ്യും, ദുഃഖമായാലോ അവിടുന്നും ഓടി രക്ഷപ്പെടും. അത് ഏതൊന്ന് ലഭിച്ചാൽ സുഖമുണ്ടോ അതാണ് സുഖസ്വരൂപം, ശാശ്വത സ്വരൂപം, ശാശ്വത സുഖം എന്ന് എല്ലാവർക്കും അറിയണില്ല. അപ്പോ ഈശ്വരന്റെ സ്വത്വം എന്താണെന്ന് അറിയണം. മനുഷ്യനിപ്പോ എന്താണ്, മനുഷ്യന് നമ്മുടെ ശരീരത്തിന് അസുഖം വരാതെ സൂക്ഷിക്കാനായിട്ട് ഹോസ്പിറ്റൽസ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട് അല്ലെ. എന്നാ ഒരു പക്ഷികളെ ഒക്കെ നോക്കൂ, കാക്ക എത്ര പെരുമഴയാണ് അല്ലെ, കാക്ക എല്ലാ മഴയും കൊള്ളുന്നുണ്ട്, ഒരു ജലദോഷവും ഇല്ല. വിക്സോ ഹാൻകർചീഫോ ഒന്നും കയ്യിൽ പിടിച്ച് നടക്കുന്ന കാക്കയെ നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. അതുപോലെ 2 കള്ളന്മാരും ഇങ്ങനെ കാട്ടിക്കൂടെ നടക്കായിരുന്നു. കാട്ടിക്കൂടെ പോകുമ്പോ അവര് തമ്മി തല്ലൂടുക. ഒരാള് കത്തി കൊണ്ട് ഒരാളെ വെട്ടി, മറ്റാള് കത്തി കൊണ്ട് കുത്തി മറ്റാളെ. അങ്ങനെ 2 പേരും മരിക്കുകയാണ്. അപ്പൊ ഒരു അമ്മക്കൊരങ്ങും ഒരു കുട്ടിക്കൊരങ്ങും ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേ ചോദിച്ചു, ആ കുട്ടി ചോദിച്ചു, അമ്മ എന്തിനാ ഇവരിങ്ങനെ വഴക്കടിക്കണേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് അവിടെ ഒരു പെട്ടി കണ്ടോ, ആ പെട്ടിയിൽ സ്വർണ്ണുണ്ട്, അത് കിട്ടാനായിട്ട് 2 പേരും കൂടെ വഴക്ക് കൂടിയെന്ന് പറഞ്ഞു. അപ്പൊ വേഗം ഈ കുട്ടി, ആകാംക്ഷയല്ലേ കുട്ടികൾക്ക്, ഓടിച്ചെന്ന് ആ പെട്ടിയിലത്തെ ഒരു സ്വർണ്ണ മാല എടുത്തിട്ട് കടിച്ചു. അതിന്റെ പല്ല് വേദനിച്ചു. അപ്പൊ പറഞ്ഞു, ഇതിനൊരു സ്വാദില്ല, തിന്നാൻ കൂടി കൊള്ളില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതിനു വേണ്ടിയിട്ട് ഇവര് ശണ്ട കൂടണത് എന്ന്. അപ്പൊ അമ്മക്കൊരങ്ങ് പറഞ്ഞു, മനുഷ്യനല്ലേ, ബുദ്ധിയില്ല, അതുകൊണ്ടാണ് എന്ന്. അപ്പൊ അത് അത്രയാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെയുള്ള നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ബുദ്ധി സുകൃതി ദുഷ്കൃതികളായിട്ടുള്ള മനുഷ്യരുടെ ഭാവമാണ് അവിടെ കാണിക്കുന്നത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय। श्रील प्रभुपाद की जय।